الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين وما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആക്ക് ഉത്തരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ച തമ്പുരാനെ ഈ സുബഹി നിസ്കരിച്ച ശേഷം ദുആ നൽകി കബൂലാക്കണേ അല്ലാഹ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ബാപ്പും അബുബായും മക്കൾക്കും സഹോദര സഹോദരന്മാർക്കും നമുക്കും നമ്മുടെ മക്കൾക്കും നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും റാഹത്തും സൗന്ദര്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണം. ആമീൻ യാ റബ്ബൽ ആലമീൻ. النبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال النبي صلى الله عليه وسلم تمجد حق المسلم على المسلم خمس والمسلم إن المسلم لنا അഞ്ച് കടമകളുണ്ട്. ഒന്ന് റദ്ദുസ്സലാം, ഒരാൾ സലാമ് ചൊന്നെങ്കിൽ സലാമ് മടക്കൽ നിർബന്ധമായിട്ടുണ്ട്. അത് മുസ്ലിമുടെ കടമയായിരിക്കും, ഹപ്പായിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തില, നിങ്ങളുടെ അയൽവാസികളില, നിങ്ങളുടെ രാജ്യത്തിൽ ആരെ പോരാനും രോഗിയായി അവനെ സന്ദർശിക്കുക മുസ്ലിമായ മനുഷ്യന് കടമയായിരിക്കും, ഹപ്പായിട്ടുണ്ട്. കുടുംബത്തില, രാജ്യത്തില, അയൽവാസികളോ ആരെങ്കിലും ജമാഅത്തിന് മരിച്ചെങ്കിൽ അവനെ പോയിട്ട് അവിടെ പിൻപറ്റണു, അവനെ കുൽപ്പാടോടെ നിൽക്കണു, കഫനാക്കുമ്പോടെ നിൽക്കണു, മേത്തസ്കാരത്തിന് കൂടുമോ, കഫനാക്കുമ്പോ കൂടുമോ, ഇങ്ങനെ എല്ലാത്തിനും കൂടെ ഒരു മുസ്ലിമായ മനുഷ്യരെ ഹക്കുകളെ കടമകളിൽ പെട്ട കാര്യമായിരിക്കും. അതേപോലെ മംഗലത്തിന് അല്ലെങ്കിൽ സുന്നത്ത് മംഗലത്തിന് എന്തെങ്കിലും ദാവത്തോട് നല്ല കാര്യ ഹലാലായ രൂപത്തിലും മാർഗത്തിലോട് നല്ലതായ ഒരു കാര്യത്തിന് പേരായിട്ട് ക്ഷണിച്ചെങ്കിൽ അവിടെ പോയിട്ട് ക്ഷണത്തിന് ഉത്തരം നൽകണം. അതായത് പോയിട്ട് അവൻ തന്റെ ഭക്ഷണവും രാഹത്തും പോയി സലാമിങ്ങനെ പറഞ്ഞു പിരിച്ച് ഒരു കാര്യത്തിനകത്ത് പോയി വരാൻ ഒരു മുസ്ലിമായ മനുഷ്യരെ കടമയായിട്ട് ഹക്കായിട്ട് അതേപോലെ സലാമിങ്ങനെ ശ്രദ്ധിച്ചു പറഞ്ഞു. അതേപോലെ തുമ്പിയെങ്കിൽ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ചൊല്ലിക്ക് അതേപോലെ ഇങ്ങനെ ഒന്നര പേര് തുമ്പിയും ചൊല്ലുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ചൊല്ലുന്നു. അതേപോലെ തുമ്മിയോഗം കേട്ടിലും അൽഹംദുലില്ലാ ചൊല്ലുന്നുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യന്, മുസ്ലിമായ മനുഷ്യനെ ഹക്കായ കടമയായ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതായിട്ട് കേട്ടതും സ്വാലിഹായ ഇബാദത്തിന്റെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. سمعت رسول الله صلى الله عليه وسلم يقول قال النبي صلى الله عليه وسلم ما من مسلم يعود مسلما غدوة إلا صلى عليه 70,000 ملك حتى يمسي. ഒരു മുസ്ലിമായ മനുഷ്യ സുബഹിക്കും പോയിട്ട് ഒരു രോഗിനെ ഇങ്ങനെ കണ്ടു. ഇപ്പൊ ഉദാഹരണം സുബഹി നിസ്കരിച്ചു പോയിട്ടു ഇങ്ങനെ ഒരു രോഗിനെ സന്ദർശിച്ചു പോയിട്ടു. ആ മുസ്ലിം ആ രോഗിയെ സന്ദർശിച്ച ഈ മനുഷ്യന് അസർ മഗ്‌രിബ് വരെ സുബഹിക്ക് പോയി കണ്ട് കത്തായിയോ മഗ്‌രിബ് വരെ. അതേപോലെ ഇനി ഒരാൾ രോഗിനെ പോയി കണ്ടു എപ്പ മഗ്‌രിബ് ജാവും അസറാമത്തോടും കഴിക്കും. എന്നാൽ സുബഹിക്ക് വരെ 70,000 മലക്കുകൾ 7,000 മലക്കുകൾ ഈ മനുഷ്യന് പേരെ 70,000 മലക്കുകൾ ഏതൊരു മനുഷ്യനെ ആൾ പോയി രോഗത്തിനെ കാണുമ്പോൾ പോയ ആ മനുഷ്യന് 70,000 മലക്കുകൾ ഈ മനുഷ്യൻ ഈ രോഗിനെ കാണുന്നുവന്നെ ഈ മനുഷ്യന് പുറത്തു കൊടുക്കുക മാറ്റും. സുബൈനെ പിടിച്ച് മോദിത്തോ പിന്നെ കണ്ട മോദിക്കുണ്ടെങ്കിൽ 4 സുബൈക്കോ ആ മനുഷ്യന് പേരെ 70,000 മലക്കുകൾ വാർക്കുന്ന ശ്രദ്ധിക്കുക. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ഭാഗ്യ രോഗിനെ
സന്ദർശിച്ച മനുഷ്യർക്ക് കിട്ടുന്നത് എത്ര വലിയ ഭാഗ്യ. അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാത്രമല്ല ഒരു രോഗിനെ വിട്ട പോയിട്ട് അവിടെ തിരിച്ച് മണ്ണോത്തോള ആ മനുഷ്യ സ്വർഗത്തോപ്പിനായിരിക്കണോ, ആ സ്വർഗത്തിൽ നിന്ന് പോലായിരിക്കണേ ആ മനുഷ്യ തിരിച്ചു കൊണ്ടുപോത്തോള. അള്ളാഹു ഞങ്ങൾക്ക് പ്രതിഫലം തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ കാണുമ്പോൾ ഞങ്ങളുടെ രോഗികളെ അള്ളാഹു ഞങ്ങൾക്ക് അത് 7000 മലക്കുകൾ എന്തുവാകും, അതേപോലെ സ്വർഗത്തോക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ ചൊല്ലിയതും കേട്ടതും സ്വാലിഹായ വിവാദത്തിന് കുടുംബത്തിൽ ഒരുപാട് കടങ്ങളുണ്ടാവുന്ന എല്ലാം പെട്ടെന്ന് തീർക്കാനുള്ള വഴികളെ നമുക്ക് തുറന്നു തരണ്ടേ റബ്ബേ. ഇവരെല്ലാം ചെയ്ത ജോലിയെ ബറക്കത്ത് നൽകണമല്ല. നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ വിശാലമാക്കി ചൊല്ലിച്ചു തരണമല്ല. എല്ലാ ശത്രുക്കളുടെ ശരുടെ തൊട്ടും എല്ലാ ആഘാതങ്ങളെ തൊട്ടും മുസീബത്തിനെ തൊട്ടും വരാകളെ തൊട്ടും രോഗങ്ങളെ തൊട്ടും എല്ലാവരെയും നീ കാക്കറിയാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.